Dear students, 4th semester B.Com-ന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിൻ്റെ മൂന്നാമത്തെ മോഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് തിയറി. ഈ വീഡിയോയിൽ സെറ്റ് തിയറിയുടെ ഫസ്റ്റ് പാർട്ടാണ് വരുന്നത്. സെറ്റ് തിയറി എന്താണ് സെറ്റ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. A set is a well-defined collection of distinct objects. The objects may be anything: numbers, people, books, letters of the alphabet, rivers, lines and points in geometry, outcomes of a random experiment in probability, etc. Each object of the set is called its element or member. Sets are usually represented by capital letters like capital A, capital B, capital M, capital X, etc. And the elements by small letters such as A, small letter B, small letter C, small letter M, and small letter X. A set is a well-defined collection of distinct objects. Distinct objects in the collection. അതാണ് ഒബ്ജക്ട്സ് എങ്ങനെയായിരിക്കണം? വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഇനി ആ ഒബ്ജക്ട്സ് എന്തൊക്കെയാവാം? നമ്പേഴ്സ് ആവാം, പീപ്പിൾ, ബുക്സ്, ലെറ്റേഴ്സ് ഓഫ് ദി ആൽഫബറ്റ്, റിവേഴ്സ്, ലൈൻസ് ആൻഡ് പോയിന്റ്സ് ഇൻ ജോമെട്രി, അതുപോലെ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഇൻ പ്രൊബബിലിറ്റി, അങ്ങനെ എന്തുമാവാം. അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ഒബ്ജക്ട്സിൻ്റെ കളക്ഷൻ, അതാണ് സെറ്റ്. മലയാളത്തിൽ നമുക്ക് സെറ്റിനെ ഗണം എന്ന് പറയും. തേർഡ് സെമ്മിൽ ഇതുപോലെ നമ്മൾ മെട്രിസസ് എന്ന് പറഞ്ഞൊന്ന് പഠിച്ചു. മെട്രിസസിൽ എങ്ങനെയാണ്? മെട്രിസസിനെ സൂചിപ്പിക്കുന്നതെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ്. ക്യാപിറ്റൽ എ ഈക്വൽ ടു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു മെട്രിക്സ്. അപ്പോൾ മെട്രിക്സിനെ സൂചിപ്പിക്കാൻ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സെറ്റിനെയും സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ മെട്രിസസിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് സ്മോൾ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുക. അതുപോലെ സെറ്റിലും എ ബി സി എന്നുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിൻ്റെ സ്മോൾ ലെറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്താണ് സെറ്റിന് കുറച്ച് എക്സാമ്പിൾസ് എങ്ങനെ എഴുതാം. ദെൻ സെറ്റ് ഓഫ് നമ്പേഴ്സ് 2, 4, 7 and 8, 2, 4, 7, 8 എന്നീ സംഖ്യകളുടെ ഗണം. ഗണത്തെ സൂചിപ്പിക്കാൻ നമ്മൾ സാധാരണ കേളി ബ്രാക്കറ്റ്സ് ഉപയോഗിക്കാം. കേളി ബ്രാക്കറ്റ്സ് ഉപയോഗിക്കും. എന്നിട്ട് അതിനകത്ത് 2, 4, 7, 8 എന്നെഴുതും. അങ്ങനെ കോമ ഇട്ടിട്ടാണ് ഓരോ മെമ്പേഴ്സും വേർതിരിച്ച് എഴുതുന്നത്. മെട്രിക്സിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വരി നിരയായിട്ട് എഴുതി കുറച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതാണ്. സെറ്റിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഇത് സെറ്റ് ഓഫ് നമ്പേഴ്സ് 2, 4, 7 and 8 ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതിന് പേര് കൊടുക്കാൻ ലെറ്റർ എ ഈക്വൽ ടു ഇതിൻ്റെ സെറ്റിനെ സൂചിപ്പിക്കുന്നത് ഒരു കേളി ബ്രാക്കറ്റ്സ് ആണ്. എന്നിട്ട് അതിൽ 2, 4, 7, 8 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് സെറ്റിനെ ഡിനോട്ട് ചെയ്യുക. ഇനി ബി, ദ സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. എന്താണ്? സെറ്റിൻ്റെ നൊട്ടേഷൻ എഴുതിയിട്ട് അതിൽ എ, ഇ, ഐ, ഒ, യു എന്ന് എഴുതുകയാണ് ചെയ്തത്. അടുത്തത് സെറ്റ് ഓഫ് ഔട്ട്കംസ് വെൻ എ കോയിൻ ഈസ് ടോസ്ഡ്. ഇതാണ് ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറഞ്ഞത്. സെറ്റ് ഓഫ് ഔട്ട്കംസ് വെൻ എ കോയിൻ ഈസ് ടോസ്ഡ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകളുടെ ഗണം. എന്തൊക്കെയാണ് ഒരു കോയിൻ ടോസ് ചെയ്താൽ കിട്ടുക? ഒന്നുകിൽ ഹെഡ് കിട്ടും, അതല്ലെങ്കിൽ ടെയിൽ കിട്ടും. അപ്പോൾ ആ റിസൾട്ടുകളുടെ ഗണം എന്ന് പറയുമ്പോൾ ഹെഡും ടെയിലുമാണ് വരുന്നത്. വ്യക്തമായി നിർവചിച്ച ഒന്നാണ്. അതുപോലെ ദ സെറ്റ് ഓഫ് പോസിബിൾ പോയിന്റ്സ് ദാറ്റ് അപ്പിയർ വെൻ എ ഡൈ ഈസ് ത്രൂ. ഒരു ഡൈ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പോയിന്റുകളുടെ ഗണം. ഏതൊക്കെ പോയിന്റ് ഉണ്ടാവും? ഒരു ഡൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പും കോണിയൊക്കെ കളിക്കുമ്പോൾ കാണാറില്ലേ? അത് തന്നെയാണ് നമ്മൾ ഡൈ എന്ന് പറയുന്നത്. അതിട്ട് കഴിഞ്ഞാൽ ഒരു ക്യൂബാണ്. അത് ക്യൂബിൻ്റെ ഷേപ്പാണ്. അതിലൊരു ഭാഗത്ത് ഒരു പോയിന്റ് ഉണ്ടാവും, മറ്റൊരു ഭാഗത്ത് 2 പോയിന്റ്, ഇനി ഒരു ഭാഗത്ത് 3 പോയിന്റ്, ഇനി 4, 5, 6, അങ്ങനെ 1 മുതൽ 6 വരെയുള്ള പോയിന്റുകൾ അതിൽ കാണാൻ കഴിയും. അപ്പോൾ ആ പോയിന്റുകളുടെ ഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3, 4, 5, 6. The set of positive integers that are multiples of 4. Set of positive integers that are multiples of 4 എന്ന് പറഞ്ഞാൽ 4ൻ്റെ ഗുണിതങ്ങളുടെ ഗണമാണ്. 4ൻ്റെ ഗുണിതങ്ങൾ അത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ 4, 8, 12 etc. The set of real numbers lying between 0 and 1. 0-നും 1-നും ഇടയിലുള്ള രേഖീയ സംഖ്യകളുടെ ഗണം. അതുപോലെ സെറ്റ് ഓഫ് ലൈൻസ് പാരലൽ ടു ദ സ്ട്രേറ്റ് ലൈൻ 3x + 4y = 8. 3x + 4y = 8 എന്നുള്ള സ്ട്രേറ്റ് ലൈനിന് സമാന്തരമായിട്ടുള്ള ലൈനുകളുടെ ഗണം. ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ ഗണം. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് പറഞ്ഞാൽ എന്താണ്?
0, 1, 2, 3 എക്സെട്ര, പിന്നെ -1, -2, -3 എക്സെട്ര. ഇതിനാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞത്. അതാണ് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ഇതെല്ലാം സെറ്റിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം. ഇങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് എഴുതാം. മെത്തേഡ്സ് ഓഫ് സെറ്റ് റെപ്രസെൻറ്റേഷൻ ആൻഡ് നൊട്ടേഷൻ. മെത്തേഡ്സ് ഓഫ് സെറ്റ് റെപ്രസെൻറ്റേഷൻ ആൻഡ് നൊട്ടേഷൻ. അതിൽ ഒന്നാമത്തെ ടാബുലർ മെത്തേഡ് ഓർ റോസ്റ്റർ ഓർ എന്യൂമറേഷൻ മെത്തേഡ്. ടാബുലർ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ എന്യൂമറേഷൻ മെത്തേഡ് എന്നൊക്കെ പറയാം. രണ്ടാമത്തേത് റൂൾ മെത്തേഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ മെത്തേഡ്. അതിലൊന്നാമത്തെ നോക്കാം, ടാബുലർ മെത്തേഡ്. എന്താണ് ടാബുലർ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ എന്യൂമറേഷൻ മെത്തേഡ്? ഇൻ ദിസ് മെത്തേഡ് we represent a set by actually listing its members. In this method we represent a set by actually listing its members. ആ നമ്പേഴ്സിനെ അങ്ങനെ ലിസ്റ്റ് ചെയ്ത് എഴുതുക. ഒരു നമ്പർ എഴുതുക, ആ ഒരു മെമ്പർ എഴുതുക അല്ലെങ്കിൽ ഒരു എലമെൻ്റ് എഴുതുക. ആ സെറ്റിൽ ഒരു എലമെൻ്റ് എഴുതി കോമ, അടുത്ത എലമെൻ്റ് കോമ, അടുത്ത എലമെൻ്റ് കോമ, ആ രീതിയിൽ ലിസ്റ്റ് ചെയ്ത് എഴുതുന്നതിനാണ് ടാബുലർ മെത്തേഡ് എന്ന് പറയുന്നത്. റൂൾ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ എന്യൂമറേഷൻ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് വി ഡിഫൈൻ എ സെറ്റ് by stating some properties that decide whether a particular object is an element of the set or not. റൂൾ മെത്തേഡിൽ നമ്മളൊരു അതിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞ് ആണ് എഴുതുന്നത്. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്കത് ആ ഒബ്ജക്റ്റ് ആ സെറ്റിലുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയും. ആ രീതിയിലൊരു റൂൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി പറയുന്നുണ്ട്. അതാണ് റൂൾ മെത്തേഡ്. Let us suppose that 1, 3, 5, 7, 9 are the elements of a set A. Then by the roster method we write A equal to 1, 3, 5, 7, 9. A എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് 1, 3, 5, 7, 9 ആണെങ്കിൽ അതിനെ റോസ്റ്റർ മെത്തേഡിൽ അല്ലെങ്കിൽ ടാബുലർ മെത്തേഡിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. A ഈക്വൽ ടു കേളി ബ്രാക്കറ്റ്സിനകത്ത് 1, 3, 5, 7, 9 ഇങ്ങനെ കോമ ഇട്ടിട്ട് എഴുതാം. നമ്മൾ മെട്രിക്സിലും അങ്ങനെയാണ്. മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. പിന്നെ അതിനകത്ത് A ഈക്വൽ ടു മെട്രിക്സ് ആണ്, അതിന് പ്രത്യേക സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് എഴുതിയത്. ഇവിടെ കേളി ബ്രാക്കറ്റ്സിനകത്ത് മെമ്പേഴ്സ് കോമ ഇട്ട് എഴുതണം. ദാറ്റ് ഈസ് ദ എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് ആർ റിട്ടേൺ ഡൗൺ വൺ ആഫ്റ്റർ അനദർ സെപ്പറേറ്റഡ് ബൈ കോമാസ് and then enclosed in a pair of curly brackets. It may be mentioned that the arrangement of elements in the set is immaterial. We may also write the set as A equal to 5, 7, 1, 9, 3. ഇങ്ങനെയും എഴുതാം. അപ്പോൾ A equal to 1, 3, 5, 7, 9 തന്നെ എഴുതണമെന്നില്ല. അതിന് ഏതൊരു ഓർഡറിലും എഴുതാം. അതായത് ഒരു സെറ്റിലെ എലമെൻറ്റ്സിനെ ഏത് ഓർഡറിൽ എഴുതിയാലും സെറ്റിന് മാറ്റമൊന്നുമില്ല. ഇവിടെ നമുക്ക് 1, 3, 5, 7, 9 എഴുതി ഇവിടെ 5, 7, 1, 9, 3 എഴുതി ഇനി മറ്റൊരു ഓർഡറിൽ എഴുതാം. ഈ വാല്യൂസ് ഇത് തന്നെ ആയിരിക്കണം എന്ന് മാത്രം. എലമെൻറ്റ്സ് ഇത് തന്നെ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. Again, by the property method, we may write the above set by stating the characteristic property of its elements in the form A equal to set of all x such that x is a positive odd integer less than 10. അപ്പോൾ A equal to curly bracket എഴുതി x എഴുതി കോളൻ ഇട്ടു x is a positive odd integer less than 10. അതിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞു. This is read as A is the set of elements x such that x is a positive odd integer less than 10. Sometimes we also write A equal to set of all x such that x is a positive odd integer less than 10. അപ്പോൾ ഒന്നുകിൽ ഈ കോളൻ ഈ സിമ്പിൾ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യും. ഈ ഒന്നുകിൽ ഈ സിമ്പിൾ അല്ലെങ്കിൽ ഈ സിമ്പിൾ, ബാക്കിയെല്ലാം ഒരുപോലെയാണ് മറ്റെല്ലാം. അപ്പോൾ A ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് എഴുതി എക്സ് എഴുതി പിന്നെ സച്ച് ദാറ്റ് ഒന്നുകിൽ ഈ സിമ്പിൾ അല്ലെങ്കിൽ ഈ സിമ്പിൾ, പിന്നെ ആ എക്സിൻ്റെ പ്രോപ്പർട്ടി പറയാം. ഇവിടെ എക്സ് ഈസ് എ പോസിറ്റീവ് ഓഡ് ഇൻഡിജർ ലെസ് ദാൻ 10 ആണ്. കാരണം വാല്യൂസ് 1, 3, 5, 7, 9 ആയിരുന്നു. ഇനി ഒരു നോട്ട്. The symbol this or this is used to denote such that set of all x such that x is a positive odd integer less than 10 ആണ്. അപ്പോൾ ഇത് such that എന്ന് ഡിനോട്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന സിമ്പിളാണ്. Thus in the property method or set builder method we use a letter, usually x, to denote an arbitrary element of the set, followed by this symbol meaning such that, and state the property held by its members and no non-member. ആദ്യം കേളി ബ്രാക്കറ്റ് ഇടുന്നു,
എക്സ് എന്ന് എഴുതുന്നു, ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നു, പിന്നെ എക്സിൻ്റെ പ്രോപ്പർട്ടി എഴുതുന്നു. അതാണ് സെറ്റ് ബിൽഡർ മെത്തേഡിൽ, പ്രോപ്പർട്ടി മെത്തേഡിൽ ഉള്ള രീതി. നമുക്ക് കുറച്ച് സെറ്റുകൾ എങ്ങനെ ടാബുലർ മെത്തേഡിൽ എഴുതാൻ നോക്കാം. ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് 2, 4, 7, 8. ഇതിന് പേര് കൊടുക്കാത്തതുകൊണ്ട് ടാബുലർ മെത്തേഡ് എന്താണ്? കേളി ബ്രാക്കറ്റ്സ് എഴുതി വാല്യൂസ് കോമറ്റ് എഴുതി 2, 4, 7, 8. അടുത്ത് ദ സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എങ്ങനെ എഴുതാം? ടാബുലർ മെത്തേഡിൽ A, E, I, O, U. കേളി ബ്രാക്കറ്റ്സിനകത്ത് AEIOU അത് ഇങ്ങനെ കോമയിട്ട് എഴുതുക. അതാണ് ടാബുലർ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ്. ദ സെറ്റ് ഓഫ് ഔട്ട്കംസ് വെൻ എ കോയിൻ ഈസ് ടോസ്ഡ്. ടാബുലർ മെത്തേഡിൽ ഹെഡ്, ടെയിൽ. ദ സെറ്റ് ഓഫ് പോസിബിൾ പോയിന്റ്സ് ദാറ്റ് അപ്പിയർ വെൻ എ ഡൈ ഈസ് ത്രൂൺ. എന്താണ്? ഒരു ഡൈ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ പോയിന്റ് വരിക? 1 ഉണ്ടാവും, 2, 3, 4, 5, 6. ഇതാണ് ആ സെറ്റ് ഇൻ ദ ഫോം ഓഫ് ടാബുലർ മെത്തേഡ്. ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ദാറ്റ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 4. ടാബുലർ മെത്തേഡിൽ എങ്ങനെ പറയാം? 4, 8, 12, 16, എറ്റ്സെട്ര. അപ്പോൾ ടാബുലർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കേളി ബ്രാക്കറ്റ്സ് ഇടുക, അതിനകത്ത് എലമെൻസിനെ കോമ ഇട്ട് വേർതിരിച്ച് എഴുതുക. ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ടാബുലർ മെത്തേഡിൽ എങ്ങനെ എഴുതാം? 0 നടുക്ക് എഴുതി 1, 2, 3 എറ്റ്സെട്ര, ലെഫ്റ്റിലേക്ക് -1, -2, -3 എറ്റ്സെട്ര. ഇതാണ് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, പൂർണ്ണസംഖ്യകളുടെ ഗണം. 0, 1, 2, 3 എറ്റ്സെട്ര, -1, -2, -3 എറ്റ്സെട്ര. നമുക്ക് സെറ്റ് ബിൽഡർ മെത്തേഡിൽ എങ്ങനെ എഴുതാൻ നോക്കാം. ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 0 and 1 എങ്ങനെ എഴുതും? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 2 കുത്തിട്ട് കോളൻ ഇട്ട് എഴുതാം. സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റിയൽ നമ്പർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. 0-നും 1-നുമിടയിലുള്ള എല്ലാ എക്സുകളുടെയും ഗണം. ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് 1, 3, 5, 7, 9, എറ്റ്സെട്ര. The set of all x such that x is an odd natural number. Odd natural numbers എല്ലാം ഇതിനകത്തുണ്ടാവും. 1, 3, 5, 7, 9, etc. എന്നാണ്. our set of all x such that x is an odd natural number. The set of rivers in Kerala. The set of all x such that x is a river in Kerala. The set of all x such that x is a river in Kerala. x എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു റിവറാണ്. അങ്ങനെയുള്ള എല്ലാ റിവേഴ്സിൻ്റെയും സെറ്റ് എന്ന് കാണിക്കാൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് 5, 10, 20, 25, എറ്റ്സെട്ര 100 എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആൻഡ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഈ രീതിയിൽ തന്നെ വേണമെന്നൊന്നുമില്ല. അങ്ങനെ നാം സെറ്റ് ഓഫ് പോസിറ്റീവ് മൾട്ടിപ്പിൾസ് ഓഫ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്നും പറയാം. അപ്പോൾ ഇത് തന്നെ വരാം. ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് 3, 6, 9, 12, 15, എറ്റ്സെട്ര. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 പറഞ്ഞാൽ എന്താണ്? 3-ൽ കൂടുതലാണ്, 3-ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 3, 6, 9, 12, 15, എറ്റ്സെട്ര. ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത്. നൊട്ടേഷൻ എലമെന്റ് ഓഫ് എ സെറ്റ്. If A is an element of set A, we write A belongs to A. വായിക്കുന്നത് അങ്ങനെയാണ്. A belongs to A എന്നാണ് സിമ്പിൾ. ഇതാണ് A belongs to A അല്ലെങ്കിൽ A is in A എന്നൊക്കെയാണ് വായിക്കുന്നത്. That is read as A belongs to A or A is in A. If B is not an element of set A, we write B does not an element of A. അല്ലെങ്കിൽ B does not belong to A. Examples of notations are given below. If A equal to 2, 4, 7, 9, then 2 belongs to A, 3 not belongs to A. 2 A-ലുണ്ട്. 2 is an element of A, 4 is an element of A, 7 is an element of A, 9 is an element of A. 3 is not an element of A. 3 does not belong to A. If B equal to set of elements of x such that x square minus 5x plus 6 equal to 0, then 3 belongs to B, 8 does not belongs to B. X square minus 5x plus 6 equal to 0 ആണെങ്കിൽ x minus 3 into x minus 2 0, x 3 അല്ലെങ്കിൽ 2 ആണ് വരിക. x 3 ആവും, x 2 ആവും. അപ്പോൾ 3 എന്ന് പറയുന്ന വാല്യൂ ട്രൂ ആണ്. 2 എന്നുള്ള വാല്യൂ ഇതിൽ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 8 ഒരു വാല്യൂ ഇതിൽ ഉണ്ടാവില്ല. എന്തായാലും 8 അല്ല. അപ്പോൾ 8 does not belongs to B.
because the elements x satisfies the relation x square minus 5x plus 6 equal to 0 are only 2 and 3. X square minus 5x plus 6 equal to 0, x minus 3 into x minus 2 equal to 0, x minus 2 equal to 0, or x minus 3 equal to 0, x equal to 2 or 3. രണ്ട് വാല്യൂസ് ആണ്. അപ്പോൾ 2ഉം 3ഉം ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ്. ദിസ് മീൻസ് ദാറ്റ് 2 and 3 are the only elements of the set B. Types of sets. Null set. ശൂന്യഗണം. ഒരു സെറ്റിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ അതിനെ ശൂന്യഗണം അഥവാ നൾ സെറ്റ് എന്നാണ് പറയുന്നത്. എ സെറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ് ഈസ് കോൾഡ് ദി നൾ സെറ്റ്, ഓൾസോ നോൺ ആസ് എംപ്റ്റി സെറ്റ് ഓർ വോയിഡ് സെറ്റ്. അപ്പം നൾ സെറ്റ്, എംപ്റ്റി സെറ്റ്, വോയിഡ് സെറ്റ് എന്നൊക്കെ നൾ സെറ്റിന് പേരുണ്ട്. ശൂന്യഗണം അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഈ രീതിയിൽ അതല്ലെങ്കിൽ ഇങ്ങനെ, രണ്ട് തരത്തിൽ നമുക്കതിനെ ഡിനോട്ട് ചെയ്യാം. ഇതിന് ഫൈ എന്ന് പറയുന്നത് സെറ്റിൻ്റെ നൊട്ടേഷൻ ഇട്ട് ആ കേളി ബ്രാക്കറ്റ്സ് ഇട്ടതിന് അതിനകത്ത് എലമെൻറ്റ്സ് ഒന്നും എഴുതാതിരുന്നാലും മതി, അത് നൾ സെറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ നൾ സെറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി ഡിഫറെൻറ്റ് ഫ്രം ദ സെറ്റ് 0. ഇത് സെറ്റ് 0 ആണ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ കേളി ബ്രാക്കറ്റ്സ് ഇട്ട് അതിൽ എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, അതാണ് നൾ സെറ്റ്. കേളി ബ്രാക്കറ്റിനകത്ത് 0 ഉണ്ടെങ്കിൽ അതൊരു സിംഗിൾട്ടൺ സെറ്റാണ്, അതിലൊരു എലമെൻ്റ് ഉണ്ട്, ഏകാംഗ ഗണം, ഒരു എലമെൻ്റ് ഉള്ള സെറ്റാണ്. ഇവിടെ 0 എന്ന് പറയുന്നത് അതിലൊരു എലമെൻ്റാണ്, പക്ഷേ എലമെൻ്റ് ഒന്നും ഇല്ലാതെ ഈ രീതിയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നൾ സെറ്റിനെ ഒന്നുകിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, അതല്ലെങ്കിൽ ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് സിംഗിൾട്ടൺ സെറ്റ് എന്നാണ് പറയുന്നത്, ഇതിലൊരു എലമെൻ്റ് ഉണ്ട്, 0 ഉണ്ട്. ദ ഫോർമർ കണ്ടെയ്ൻസ് നോ എലമെൻ്റ് അറ്റ് ഓൾ, അതായത് ഇതൊക്കെ ഒരു എലമെൻറ്റും ഇല്ലാത്ത സെറ്റുകളാണ്. വെയറാസ് ദ ലേറ്റർ, അതായത് ദിസ് കണ്ടെയ്ൻസ് ഓൺലി വൺ എലമെൻറ്റ്, നെയിംലി 0. ഇതൊരു സിംഗിൾട്ടൺ സെറ്റാണ്, ഇത് നൾ സെറ്റാണ്, ഇത് നൾ സെറ്റാണ്, ഇവിടെ നൾ സെറ്റാണ്. ദി ഫോളോയിങ് സെറ്റ്സ് ആർ നൾ സെറ്റ്. എക്സാമ്പിൾ, എക്സ് set of all x such that x is a multiple of 4, x is odd. മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, ഓഡാണ്, അങ്ങനെ ഇല്ല. മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ ഈവൻ നമ്പേഴ്സ് ആകും. അപ്പോൾ ഒരേ സമയം ഒരു നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കണം, 4ൻ്റെ മൾട്ടിപ്പിളും ആയിരിക്കണം, ഈവൻ ഇൻറ്റിജറും ആവണം എന്ന് പറഞ്ഞാൽ ഈവനും ആവണം, ഓഡും ആവണം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവില്ല, അങ്ങനെ ഒരു നമ്പർ ഉണ്ടാവില്ല. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആൻഡ് എക്സ് ഈസ് ഓഡ് എന്ന് പറയുന്നത് സാധ്യമല്ല, അതുകൊണ്ട് ഇതൊരു നൾ സെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0, എക്സ് ഈസ് റിയൽ. എക്സ് സ്ക്വയർ പ്ലസ് 4 0 ആണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് -4 ആയിരിക്കും. -4 ആണെങ്കിൽ എക്സ് സ്ക്വയർ -4 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കില്ല. കാരണം ഒരു നമ്പറിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ -4 ലഭിക്കില്ല. അപ്പോൾ ഇതിന് അങ്ങനെ വാല്യൂസ് ഇല്ല, അതുകൊണ്ട് ഇതിൻ്റെ റൂട്ട്സ് നൾ സെറ്റാണ്. Set of all x such that x is the number of points obtained in a single throw of a die and x greater than 6. x എന്ന് പറയുന്നത് എക്സുകളുടെ സെറ്റാണ്. എക്സിൻ്റെ പ്രോപ്പർട്ടി എക്സ് ഈസ് എ നമ്പർ obtained in a single throw of die and greater than 6. 6-നേക്കാൾ കൂടുതലാകുകയും വേണം, പിന്നെ അതെന്തായിരിക്കണം, ആ ഡൈയിലൊരു പോയിൻറ്റും ആയിരിക്കണം. ഡൈയിലെ പോയിന്റ് പറഞ്ഞാൽ 1 2 3 4 5 6 പോയിൻറ്റേ ഉള്ളൂ. 6-നേക്കാൾ കൂടി അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ സെറ്റ് എന്താണ്, സി ഈക്വൽ ടു നൾ സെറ്റാണ്. സിയും നൾ സെറ്റാണ്, അങ്ങനെ ഒരു എലമെൻ്റ് ഇല്ല. ഇപ്പോൾ എ നൾ സെറ്റാണ്, ബി നൾ സെറ്റാണ്, സിയും നൾ സെറ്റാണ്. അടുത്ത സിംഗിൾട്ടൺ സെറ്റ്, ഏകാംഗ ഗണം, ഒരു എലമെൻറ്റ് മാത്രമുള്ള സെറ്റ്. എ സെറ്റ് ദാറ്റ് ഹാസ് ഓൺലി വൺ എലമെൻറ്റ് ഈസ് കോൾഡ് എ സിംഗിൾട്ടൺ സെറ്റ്. A set that has only one element is called a singleton set. Examples of singleton set are given below. The set 3 is a singleton set because it has only one element, namely 3. The set 0 is a singleton set because it has the only one element, 0. C equal to the set A equal to set of all x such that 3x plus 4 equal to 0. 3x plus 4 0 ആണ്, 3x minus 4x -4/3. അപ്പോൾ എക്സിൻ്റെ ഒരു വാല്യൂ ഉള്ളൂ, x equal to -4/3. അപ്പോൾ സെറ്റ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് -4/3 എന്നാവും. അതൊരു സിംഗിൾട്ടൺ സെറ്റാണ്. ഇറ്റ്സ് ഓൺലി വൺ element being the root of the equation, namely -4/3. The set B equal to set of all x such that x square minus 6x plus 9 equal to 0.
എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ 0 ആണെങ്കിൽ എക്സ് മൈനസ് 3 0 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 ആണ്. ഒരേ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ, സിംഗിൾട്ടൺ സെറ്റാണ്. അപ്പോൾ ഇതും ബിയും സിംഗിൾട്ടൺ സെറ്റാണ്. Finite and infinite sets. A set which contains finite number of elements is called a finite set. ഒരു സെറ്റിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഒരു പരിമിത എണ്ണം എലമെൻറ്റ്സേ ഉള്ളൂ എങ്കിൽ നമ്മളതിനെ പരിമിത ഗണം അഥവാ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, എ ഈക്വൽ ടു സെറ്റ് 1, 4, 9, 16, 25. ഇതിലാകെ 5 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് ഫൈനൈറ്റ് സെറ്റാണ്. അതുപോലെ ബി ഈക്വൽ ടു 5, 10, 15, 20, etc. 100. 20 elements ആണ്. C equal to set of all x such that x is an integer between 5 and 10. Between 5 and 10. 6, 7, 8, 9. 4 elements ഉള്ളൂ. ഇതും ഫൈനൈറ്റ് സെറ്റാണ്. ദി സെറ്റ് 1, 3, 4, 7, 9 ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇതും ഫൈനൈറ്റ് സെറ്റാണ്. കാരണം എന്താണ്? ബിക്കോസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ബൈ എ സ്പെസിഫിക് നമ്പർ 5. The set of days of the week, set of days of the week എന്ന് പറഞ്ഞാൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അതും ഒരു ഫൈനൈറ്റ് സെറ്റാണ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് കണ്ടെയ്ൻസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഫൈനൈറ്റ് സെറ്റുകളാണ്. A set which contains infinite number of elements is called an infinite set. Infinite number of elements, അനന്തം നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിനെ അനന്തഗണം, ഇൻഫിനിറ്റ് സെറ്റ്. ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ആൻ ഇൻഫിനിറ്റ് സെറ്റ് ഈസ് unknown. The number of elements included in an infinite set is unknown. The set of positive even numbers. Positive even numbers എന്താണ്? 2, 4, 6, 8, etc. പറയാൻ കഴിയില്ല. It is an infinite set because the total number of elements of the set cannot be stated by a specific number. The set of all x such that x is real and 0 less than x less than 1 is an infinite set. പൂജ്യത്തിനും ഒന്നിനും ഇടയിലുള്ള രേഖീയ സംഖ്യകളുടെ എണ്ണം നമുക്ക് പറയാൻ കഴിയില്ല, അനന്തം നമ്പേഴ്സ് ഉണ്ടെന്നാണ് പറയുക. Therefore, the set of all x such that x is real and 0 less than x less than 1 is an infinite set. അപ്പോൾ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് ഫൈനൈറ്റ് സെറ്റ്. ഇവിടെ ഇതെല്ലാം ഇൻഫിനിറ്റ് സെറ്റാണ്, കാരണം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻഫിനിറ്റ് ആണ്. ഈക്വൽ സെറ്റ്സ്. Two sets A and B are said to be equal if they have the same elements, and we write A equal to B. Two sets A and B are said to be equal if they have the same element, and we write A equal to B. This means that every element of A is also an element of B, and every element of B is also an element of A. A യും B യും ഈക്വൽ സെറ്റ്സ് ആണെങ്കിൽ എയിലും ബിയിലും ഒരേ എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഈക്വൽ ആണ്. അതായത് എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലും ഉണ്ടാവണം, അതുപോലെ ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സും എയിലും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അത് ഈക്വൽ സെറ്റ്സ് ആണ്. എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി, ആൻഡ് എവറി എലമെൻറ്റ് ഓഫ് ബി ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് എ. യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് സബ്സെറ്റ്, വി സീ ദാറ്റ് two sets A and B are equal only when A is a subset of B and B is a subset of A. സബ്സെറ്റിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് രണ്ട് സെറ്റ് ഈക്വൽ സെറ്റിനെ എങ്ങനെ നമുക്ക് പറയാം? A and B are equal only when A is a subset of B and B is a subset of A. A is a subset of B യും B is a subset of A യും ആണെങ്കിൽ A യും B യും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ എന്താണ് സബ്സെറ്റ്? A is a subset of B എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എയിലുള്ള എല്ലാ എലമെൻസും ബിയിൽ ഉണ്ടായിരിക്കണം എന്നാണ്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി. അതുപോലെ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എവറി എലമെൻറ്റ് ഓഫ് ബി ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് എ. ബിയിലെ എല്ലാ എലമെൻസും എയിലെ എലമെൻറ്റ്സ് ആയിരിക്കുക, എയിലെ എല്ലാ എലമെൻസും ബിയിലെ എലമെൻ്റ് ആവുക. എയിലെ എല്ലാ എലമെൻസും ബിയിലെ എലമെൻ്റ് ആണ് പറഞ്ഞാൽ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി.
ബിയിലെ എല്ലാ എലമെൻസും എയിലെ എലമെൻ്റ് ആണ് പറഞ്ഞാൽ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബിയും ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എയും ആണെങ്കിൽ എയും ബിയും ഈക്വൽ ആണ്. സബ്സെറ്റിൻ്റെ കൺസെപ്റ്റ് വെച്ച് അങ്ങനെ പറയാം. ഇൻ സിമ്പിൾസ് എ ഈക്വൽ ടു ബി ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, അതുപോലെ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ബി. ദ ഓർഡർ ഓഫ് റൈറ്റിംഗ് ദ എലമെൻറ്റ്സ് ഓർ എനി റിപ്പീറ്റേഷൻ ഓഫ് എലമെൻറ്റ്സ് ഡസ് നോട്ട് ആൾട്ടർ ദ ഈക്വാലിറ്റി ഓഫ് ടു സെറ്റ്സ്. സിമ്പിൾ ദിസ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ്, അല്ലെങ്കിൽ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ബി, അല്ലെങ്കിൽ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ, അങ്ങനെ പറയാം. അപ്പോൾ ഇത് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഈസ് കണ്ടെയ്ൻഡ് ഇൻ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. When two sets A and B are not equal, we write A not equal to B. A equal to B ആണ് ഇവിടെ A not equal to B. A not equal to B. When two sets A and B are not equal, we write A not equal to B. Examples of equal sets are given below. A equal to 3, 7, 8. B equal to 8, 3, 7 are equal sets because A and B have the same elements 3, 7, 8. C equal to X, Y, Z, W and D equal to Y, X, W, X, 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 Y, Z, Z are equal sets. That is C equal to D because C and D have the same elements X, Y, Z, W. The sets A equal to 2, 3, B equal to set of all X such that X square minus 5X plus 6 equal to 0 and C equal to set 3, 2, 2, 3 are equal. That is A equal to B equal to C. A equal to 2, 3. C 3, 2, 2, 3. That is 2, 3. When X equal to 2, X square minus 5X plus 6 equal to 0. 4 minus 10 plus 6 equal to 0. True ആണ്. അല്ലെങ്കിൽ X square minus 5X plus 6 equal to 0 പറഞ്ഞാൽ X minus 3 into X minus 2 equal to 0. X minus 3 equal to 0 or X minus 2 equal to 0. X equal to 3 or X equal to 2. 2, 3 തന്നെയാണ് ഇതിൻ്റെ റൂട്ട്സ്. X square minus 5X plus 6 equal to 0 എന്ന ഇക്വേഷൻ്റെ റൂട്ട്സ് 2ഉം 3ഉം ആണ്. അതുകൊണ്ട് ബി എന്ന് പറയുന്ന സെറ്റ് 2, 3 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 2, 3, ബി 2, 3, സി 2, 3. ദർഫോർ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. സി ഈക്വൽ ടു 3, 2, 2, 3 എന്ന് പറഞ്ഞാൽ 2, 3 തന്നെയാണ്. നമ്മൾ പറയുന്നതാണ് എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് ആണ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ എഴുതിയാലും 3, 2 തന്നെയാണ് ഈ സെറ്റ് വരുന്നത്. സി ഈക്വൽ ടു സെറ്റ് 3, 2, 2, 3 ഈക്വൽ ടു സെറ്റ് 3, 2 അല്ലെങ്കിൽ സെറ്റ് 2, 3. Anyway, A, B, C are equal. The sets P equal to set A, B, C, D and Q equal to A, C, D, E are not equal. ഇവിടെ ബി ഉണ്ട്, ഇതിൽ ഇ ആണ്. അപ്പോൾ പിയിലെ എല്ലാ എലമെൻസും ക്യൂരില്ല, ക്യൂരിലെ എല്ലാ എലമെൻസും പിയിലില്ല. Therefore, P not equal to Q. Therefore, P not equal to Q. The set X equal to set of all X such that X square plus 4 equal to 0, X real. X square plus 4 0 ആണെങ്കിൽ X square എന്ന് പറയുന്നത് -4 ആണ്. X square -4 ആണെങ്കിൽ Xന് റിയൽ വാല്യൂ ഇല്ല. കാരണം 2 square 4 -2 ആണെങ്കിൽ -2 into -2 4. ഒരു നമ്പറിനെയും ആ നമ്പറോട് ഗുണിച്ചാൽ -4 വരില്ല റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എക്സ് എന്ന് പറയുന്നത് അപ്പോൾ നൾ സെറ്റ് ആണ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് നൾ സെറ്റ്. കാരണം X square plus 4 equal to 0, എക്സ് റിയൽ എന്ന രീതിയിൽ എക്സിന് റൂട്ട്സ് ഇല്ല, റിയൽ റൂട്ട്സ് ഇല്ല. അതുപോലെ y equal to set of all X such that X square plus 9 equal to 0. X square plus 9 0 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നതിന് റൂട്ടില്ല, അങ്ങനൊരു റിയൽ റൂട്ടില്ല ഇതിന്. അപ്പോൾ ഇവിടെയും y എന്ന് പറയുന്നതും നൾ സെറ്റാണ്. Therefore, X and Y are equal. Because X and Y are null sets, X equal to Y equal to null set. Let R equal to set of all X such that X is a letter of the word set. S, E, T. ഇതിനെ ടാബുലർ മെത്തേഡിൽ എഴുതിയാൽ സെറ്റ് T, E, S അല്ലെങ്കിൽ S, E, T. അതുപോലെ S, set of all X such that X is a letter of the word test. അപ്പോൾ S എന്ന് പറഞ്ഞാൽ എന്താണ്? ടാബുലർ മെത്തേഡിൽ T, E, S. അപ്പോൾ ഇവിടെയും T, E, S ആണ്, ഇവിടെയും T, E, S ആണ്. റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ T equal to set X. X is a letter of the word estate. എസ്റ്റേറ്റിൽ ഏതൊക്കെ വാല്യൂസ് ഉള്ള ഏതൊക്കെ
E S T A. Then R equal to S. ഇവിടെ ആറും എസും ഈക്വലാണ്. കാരണം എസ് ഇ ടി ഇതിലും എസ് ഇ ടി എന്നുള്ള ലെറ്റേഴ്സാണ്. അപ്പോൾ ആർ ഈക്വൽ ടു എസ് ആണ്. എന്നാൽ ആറും ടിയും ഈക്വൽ അല്ല. കാരണം എന്താണ്? ഇവിടെ എസ് ഇ ടി ആണ്. ഇവിടെ എസ് ഇ ടി അധികമായിട്ടൊരു എ കൂടി ഉണ്ട്. ആറിൽ 3ഉം ടിയിൽ 4ഉമായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ ആറും ടിയും ഈക്വൽ അല്ല. അതുപോലെ എസും ടിയും ഈക്വൽ അല്ല. ആർ ഈക്വൽ ടു എസ്, എസ് നോട്ട് ഈക്വൽ ടു ടി, ആർ നോട്ട് ഈക്വൽ ടു ടി. Equivalent sets. Two sets A and B are said to be equivalent if there is a one-to-one correspondence between the elements of A and B, and we write A equivalent B. A യും ബിയും ഈക്വലൻ്റ് ആവണമെങ്കിൽ there is a 1-1 correspondence between the elements of A and B. ഒരു 1-1 correspondence ഉണ്ടാവണം. അപ്പോൾ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് രണ്ട് സെറ്റിലുമെങ്കിൽ, എയിലും ബിയിലും ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ, എയും ബിയും ഫൈനൈറ്റ് സെറ്റ്സ് ആണെങ്കിൽ, അതിൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ അത് ഈക്വിവാലൻ്റ് ആയി. ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടായിരിക്കണം. നോക്കാം. ഫ്രം ദിസ് ഡെഫിനിഷൻ ഇറ്റ് ഫോളോസ് ദാറ്റ് two finite sets A and B are equivalent if and only if they have the same number of elements. അപ്പോൾ ഫൈനൈറ്റ് സെറ്റിൻ്റെ കാര്യത്തിൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് പറയാം അത് ഈക്വിവാലൻറ്റ് സെറ്റ്സ് ആണ്. Two equivalent sets may not have the same elements. Equivalent sets ആണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമേ ഈക്വൽ ആവുന്നുള്ളൂ, എലമെൻറ്റ്സ് സെയിം ആവണമെന്നില്ല. ബട്ട് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ടു ഫൈനൈറ്റ് ഈക്വിവാലന്റ് സെറ്റ്സ് മസ്റ്റ് ബി ദി സെയിം. But the number of elements in two finite equivalent sets must be the same. അപ്പോൾ equivalent sets ആണെങ്കിൽ സെയിം എലമെൻ്റ് ആവണമെന്നില്ല, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈക്വൽ ആയാൽ മതി. നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആവുക, എയിലെ നമ്പർ ഓഫ് എലമെൻറ്റും ബിയിലെ നമ്പർ ഓഫ് എലമെൻറ്റും ഈക്വൽ ആവുക. അങ്ങനെയാണെങ്കിൽ ഈക്വിവാലന്റ് സെറ്റ്സ് ആവും ഫൈനൈറ്റ് സെറ്റിൻ്റെ കാര്യത്തിൽ. ടു ഇൻഫിനിറ്റ് സെറ്റ്സ് എ ആൻഡ് ബി ആർ ഈക്വിവാലന്റ് if each element of one set can be given as a function of each element of the other set. അതാണ് 1-to-1 കറസ്പോണ്ടൻസ് ആണ്. എയും ബിയും ഇൻഫിനിറ്റ് സെറ്റ്സ് ആണ്. അവ ഈക്വിവാലൻ്റ് ആണെങ്കിൽ അവ തമ്മിലൊരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടാവണം. അതായത് ഈച്ച് എലമെൻറ്റ് ഓഫ് വൺ സെറ്റ് ക്യാൻ ബി ഗിവൺ ആസ് എ ഫങ്ഷൻ ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് ദി അതർ സെറ്റ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾസ് ഓഫ് ഈക്വിവാലന്റ് സെറ്റ്സ് ആർ ഗിവൺ ബിലോ. ദ സെറ്റ് A equal to 256 and B equal to B.O.A.T are equivalent because A and B are finite sets. Number of elements in A is 4, number of elements in B is equal to 4. Therefore A and B are finite set, number of elements finite ആണ്. ഇനി ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സും കൂടിയാണ് ഇതിൽ 4, ഇതിലും 4. Therefore A is equivalent to B. That is A and B are finite set, each having the same number of elements, namely 4. That is A is equivalent to B. Let A equal to 1, 2, 3, 4, B 3, 4, 5, 6. ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബിയും ഈക്വൽ ആണ്. അതുകൊണ്ട് എയും ബിയും ഈക്വിവാലൻ്റ് ആണ്, ഈക്വൽ അല്ല. ഇതിൽ 1, 2, 3, 4, 3, 4, 5, 6 ആണ്. അപ്പോൾ എ ആൻഡ് ബി ആർ ഈക്വിവാലന്റ് സെറ്റ്സ് ബട്ട് നോട്ട് ഈക്വൽ. ഇനി ബിയും സി എടുക്കാം. ബി സി എടുത്തു കഴിഞ്ഞാൽ 3, 4, 5, 6 ഇവിടെയും 3, 4, 5, 6 തന്നെയാണ്. അപ്പോൾ ബി ആൻഡ് സി ആർ ഈക്വൽ സെറ്റ്സ് ബട്ട് നോട്ട് ഈക്വിവാലൻറ്റ്. ഇവിടെ 4ഉം ഇവിടെ 5 ആണ്. അപ്പോൾ ബി ആൻഡ് സി ആർ ഈക്വൽ സെറ്റ്സ് ബട്ട് നോട്ട് ഈക്വിവാലൻറ്റ്. എ ആൻഡ് ബി ആർ ഈക്വിവാലൻറ്റ് സെറ്റ്സ് ബട്ട് നോട്ട് ഈക്വൽ. സെറ്റ് എ ആൻഡ് എ ആർ ഓൾവേസ് ഈക്വൽ ആൻഡ് ഓൾസോ ഈക്വിവാലൻറ്റ്. രണ്ട് സെറ്റ് എയും ആ സെറ്റ് തന്നെ എയും എടുക്കുകയാണെങ്കിൽ എ ആൻഡ് എ എടുത്താൽ അത് ഈക്വലാണ്, അതുപോലെ ഈക്വിവാലൻ്റ് ആണ്. അടുത്ത് നോക്കാം. ലെറ്റ് എൻ ഈക്വൽ ടു സെറ്റ് 1, 2, 3 etc. be the set of natural numbers and A equal to set 2, 4, 6 etc. be the set of positive n numbers. The two sets are infinite. 1, 2, 3, 4 etc. അത് ഇൻഫിനിറ്റ് സെറ്റാണ്. 2, 4, 6 etc. അതും ഇൻഫിനിറ്റ് സെറ്റാണ്. But there is a 1-1 correspondence between the elements x of n and elements y of a. എന്നിലെ എലമെൻസിന് എക്സ് എന്നും എയിലെ എലമെൻറ്റ്സ് വൈ എന്നും ഡിനോട്ട് ചെയ്താൽ അപ്പോൾ തമ്മിലൊരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്. എന്നിലെ എലമെൻറ്റ്സ് എല്ലാം എക്സ് ആണെന്നും എയിലെ എലമെൻറ്റ്സ് എല്ലാം വൈ ആണെന്നും എടുത്താൽ ആ എലമെൻറ്റ്സ് തമ്മിലൊരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ട്. നമുക്കിങ്ങനെ എഴുതാം y equal to 2x. y equal to 2x.
ഹെൻസ് അങ്ങനെ y ഈക്വൽ ടു 2x ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ ഒരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ടെന്ന് അറിയാം, മനസ്സിലാക്കാം. അതായത് n and a are equivalent sets. അപ്പോൾ ഇൻഫിനിറ്റ് സെറ്റ്സ് ആണെങ്കിൽ അങ്ങനെ ഒരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിൽ ഈക്വലൻ്റ് ആണ്. Therefore here n and a are equivalent sets. Subset. If every element of a set A is also an element of a set B, then A is said to be a subset of B, and we write A is a subset of B or B is the superset of A. Every element of a set A is also an element of a set B, then A is said to be a subset of B, and we write A is the subset of B or B is the superset of A. That is, A is contained in B or B contains A. This is read A is contained in B or B contains A. If A is a subset of B, then B is said to be a superset of A. A is a subset of B. A എന്ന് പറയുന്നത് ബിയുടെ ഉപഗണമാണ്, അപ്പോൾ ബി എന്ന് പറയുന്നത് അതിൻ്റെ അധിഗണമാണ്. അങ്ങനെ മോർ സ്പെസിഫിക്കലി, ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി, then A is a subset of B. Symbolically we write A is subset of B if x belongs to A implies that x belongs to B. If x belongs to A implies that x belongs to B. അങ്ങനെയാണെങ്കിൽ A is a subset of B ആണ്. A is a subset of B if x belongs to A implies that x belongs to B. അതായത് every element of A is an element of B. The sign this is used to denote implies that. The statement Babu is a resident of Trivandrum implies Babu is a resident of Kerala. അത് തിരിച്ച് ശരിയാവണമെന്നില്ല. ഇംപ്ലൈസ് ആണ് വൺ ഈ ഒരു സൈഡിലേക്ക് മാത്രം. എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി. അങ്ങനെയാണ്. അതായത് ബാബു ഈസ് എ റെസിഡൻറ്റ് ഓഫ് ട്രിവാൻഡ്രം ഇംപ്ലൈസ് ബാബു ഈസ് എ റെസിഡൻറ്റ് ഓഫ് കേരള. ട്രിവാൻഡ്രത്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലാണെന്ന് നമുക്ക് പറയാം, പക്ഷെ മറിച്ചല്ല. അതായത് എക്സ് ഈക്വൽ ടു 2 ഇംപ്ലൈസ് എക്സ് സ്ക്വയർ എന്താണ്? 4 ആണ്. എക്സ് ഈക്വൽ ടു 2 ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4. കാരണം എക്സ് 2 ആണെങ്കിൽ എക്സ് സ്ക്വയർ എന്താണ്? 2 × 2 4. പക്ഷേ എക്സ് സ്ക്വയർ 4 ആണെങ്കിൽ എക്സ് 2 ആവണമെന്നില്ല, തിരിച്ചില്ല. എക്സ് സ്ക്വയർ 4 ആണെങ്കിൽ എക്സ് +2 ആവും, -2 ആവും. It may be noted that if A is a subset of B, then the elements of B are either exactly the same as those of A or include all the elements of A and some more elements. If A is not a subset of B, we write A is not a subset of B. A is a subset of B എന്ന് പറഞ്ഞാൽ എയിൽ എല്ലാ എലമെൻസും ബിയിലുണ്ട്. അത് കൂടാതെ കുറച്ചും കൂടെ എലമെൻറ്റ്സ് ചിലപ്പോൾ ബിയിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ തുല്യമായിരിക്കാം. എയിലും ബിയിലും എലമെൻറ്റ്സ് സെയിം ആവാം, അല്ലെങ്കിൽ ബി ഇൻക്ലൂഡ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് എ ആൻഡ് സം മോർ എലമെൻറ്റ്സ്, കുറച്ചും കൂടെ എലമെൻറ്റ്സ് ഉണ്ടാകാം. ഇനി ഇഫ് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി, എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി ഇങ്ങനെ എഴുതിയാനൊരു വെട്ടിട്ടാവും. The following results are important. Every set is a subset of itself. That is, A is a subset of A. ഓരോ സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. The null set is considered as a subset of every set. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ് null set. Null set is a subset of every set. If A is a subset of B and B is a subset of C, then A is a subset of C. Transitive relation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇഫ് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി ആൻഡ് ബി കണ്ടെയ്ൻഡ് ഇൻ സി, ദെൻ എ കണ്ടെയ്ൻഡ് ഇൻ സി. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി, ദെൻ എ ഈസ് ദി സബ്സെറ്റ് ഓഫ് സി. അപ്പോൾ ഈ 3 റിസൾട്ടാണ്. ഒന്ന്, എവറി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. ആൻഡ് if A is a subset of B and B is a subset of C, then A is a subset of C. Proper subset. Any set A is said to be a proper subset of another set B if A is a subset of B, but there is at least one element of B that does not belong to A. We denote this by writing A is a proper subset of B. ഇങ്ങനെയാണ് അതിന് സിമ്പിൾ. എ പ്രോപ്പർ സബ്സെറ്റ് ആണെങ്കിൽ, എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എയിൽ എല്ലാ എലമെൻസും ബിയിൽ ഉണ്ടായിരിക്കും. പിന്നെ എയിലില്ലാത്ത ഒരു എലമെൻറ്റെങ്കിലും കൂടുതലായിട്ട് ബിയിൽ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് വൺ എലമെൻറ്റ് ഓഫ് ബി ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു എ. അതായത് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും.
It may be noted that if A is a subset of B, A is a subset of B എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, A is a subset of B. അതിന് മറ്റൊരു രീതിയിൽ if X belongs to A implies X belongs to B. A is a proper subset of B. A is a proper subset of B നമുക്ക് എങ്ങനെ എഴുതാം? If X belongs to A implies X belongs to B and A not equal to B. അപ്പോൾ A is a proper subset of B ആണെങ്കിൽ A is a subset of B and A not belongs to A not equal to B. Some examples of subsets. The set A equal to set 1, 3, 4 is a subset of the set B equal to set 1, 2, 3, 4, 6. ഇവിടെ 1, 3, 4 ആണ് A. ആ എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ട്, പക്ഷേ എയിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് 2 എലമെൻറ്റും കൂടെ ഉണ്ട്. Because each element of A, namely 1, 3, 4, also belong to the set B, that is A is a proper subset of B. The set C equal to set 3, 7, 8 is a subset of D equal to set 8, 3, 7. Similarly, D is a subset of C. Note that C and D are equal sets. C is a subset of D, D is a subset of C. That is C equal to D. Thus, if two sets are equal, one set is a subset of the other. That is, C is the subset of D and D is the subset of C. Two sets, the sets A equal to 2, 3, 5 is a subset of A equal to set 2, 3, 5. That is, every set is a subset of itself. This shows that any set is a subset of the same set. A is the subset of A. The set P equal to set 3, 7, 9 is not a subset of the set Q equal to 2, 4, 6, 7, 8, 9. കാരണം ഇതിൽ 3, 7, 9 ഉണ്ട്. ഇവിടെ Qയിൽ 3 ഇല്ല. അപ്പോൾ P is not a subset of Q because the element 3 of P does not belong to Q. Let A equal to set 2, 3, 5 and B equal to set 2, 3, 4, 5, 8. A 2, 3, 5, B 2, 3, 4, 5, 8. Since every element of A is also an element of B, A is the subset of B. A is the subset of B. Also, since A and B do not have the same elements, they are not equal sets. A and B equal alla, but every element of A is an element of B. അല്ലെങ്കിൽ A is a subset of B ആണ്, not equal to B ആണ്. അതുകൊണ്ട് A is a subset of B and A not equal to B. Therefore, A is a proper subset of B. Thus, A is a subset of B and A not equal to B. So, A is a proper subset of B. A is a proper subset of B. Universal set. In any application of set theory, all the sets under investigation are likely to be considered as subsets of a particular sets. നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റുകളും ഒരു പർട്ടിക്കുലർ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റിൻ്റെയും സൂപ്പർ സെറ്റ്, അതാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ് എല്ലാ സെറ്റുകളുമായും. ദിസ് സെറ്റ് ഈസ് കോൾഡ് ദി യൂണിവേഴ്സൽ സെറ്റ്. സമസ്ത ഗണം. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് യു അല്ലെങ്കിൽ എസ് എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ദ സിമ്പിൾ യു ഓർ എസ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദി യൂണിവേഴ്സൽ സെറ്റ്. All sets are therefore subsets of the universal set. എല്ലാ സെറ്റുകളും യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ്. When a 6-faced dice is thrown and a point appearing is considered, the universal set is എന്തായിരിക്കും യൂണിവേഴ്സൽ സെറ്റ്? A 6-faced dice is thrown. ഒരു ഡൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1, 2, 3, 4, 5, 6. ഈ 6 പോയിന്റ്സ് ആണ്. അപ്പോൾ എസ് യൂണിവേഴ്സൽ സെറ്റ് എസ് എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3, 4, 5, 6 ആയിരിക്കും. S equal to 1, 2, 3, 4, 5, 6 because any discussion concerning the point obtained in any throw will relate to the points of elements of S. For instance, even number of points is the set 2, 4, 6, that is the subset of S. So, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ പരിഗണനയിലുള്ള എല്ലാ സെറ്റുകളുടെയും സൂപ്പർ സെറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ്സ് ആണ് എല്ലാ സെറ്റുകളും വരുന്നത്. ആ രീതിയിലാണ്. In a study of the income of Indians, the set of all figures of income of the people in India is the universal set, and the income of different groups or classes of people will form the subsets. In the study of human population, all people in the world may be assumed to form the universal set. The people of any continent, country, religion,
or income group is a subset of this universal set. Disjoint sets. Sets A and B are said to be disjoint if they have no common element. That is, no element of A belongs to B and no element of B belongs to A. എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ എയിലെ എലമെൻറ്റ്സ് ഒന്നും ബിയിൽ ഉണ്ടാവില്ല, ബിയിലെ എലമെൻറ്റ്സ് ഒന്നും എയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എയ്ക്കും ബിക്കും പൊതുവായി ഒരു എലമെൻറ്റും ഉണ്ടായിരിക്കില്ല. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 3 7 8 and B equal to set 2 5 6 9 10. Then A and B are disjoint sets because they have no common elements. രണ്ടിലും പൊതുവായ ഒരു എലമെൻറ്റും ഇല്ല. അതുപോലെ C equal to set 2 4 6 8 etc. and D equal to set -1 -2 -3 -4 etc. are disjoint sets. A equal to set 2 4 6, B equal to set 1 2 3 4 are not disjoint. കാരണം ഇവിടെ കോമൺ എലമെൻറ്റ് ഇവിടെ 2 4 ഉണ്ട്, ഇവിടെയും 2 4 ഉണ്ട്. Because the elements 2 and 4 are common to both the sets. E equal to set of elements of x such that 0 less than or equal to x less than or equal to 1, and F equal to set of all x such that half less than or equal to x less than or equal to 1 are not disjoint. ഇവിടെ 0 നും 1 നും ഇടയിലാണ്, ഇവിടെ ഹാഫിനും 1 നും ഇടയിലാണ്. അപ്പോൾ കോമൺ ആയിട്ട് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഡിസ്ജോയിൻറ്റ് എലമെൻറ്റ്സ് സെറ്റ്സ് അല്ല, ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് അല്ല. ഇഫ് എ ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ബി, then A and B are not disjoint sets. A is a non-empty subset of B. Every element of A is an element of B ആണ്. A non-empty ആണെങ്കിൽ എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ A and B are not disjoint sets. ഇപ്പോൾ ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിലും കോമൺ എലമെൻറ്റ്സ് ഇല്ലാതിരിക്കുക.